ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം നമ്മുടെ മുഖം കാണാൻ കണ്ണാടിയെയാണ് ആശ്രയിക്കുന്നത്. കണ്ണാടിയിൽ അഴുക്ക് പുരണ്ടതാണെങ്കിൽ മുഖം ഒരിക്കലും വ്യക്തമായി കാണാൻ സാധിക്കുകയില്ല. അതിനാൽ കണ്ണാടിയുടെ അഴുക്ക് നീക്കിയാൽ നമ്മുടെ മുഖം എപ്രകാരം അതിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നുവോ അതുപോലെ ഈശ്വരൻ പ്രതിഫലിക്കുന്ന ഒരു മാധ്യമമാണ് നമ്മുടെ മനസ്സ്. അപ്പോൾ മനസ്സിനെ ഒരു കണ്ണാടി പോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. കണ്ണാടിയിൽ അഴുക്കില്ലെങ്കിൽ പ്രതിബിംബം നന്നായി തെളിയുന്നത് പോലെ മനസ്സ് പരിശുദ്ധമാണെങ്കിൽ ഈശ്വരൻ അതിൽ പ്രതിഫലിക്കും. ഈശ്വരത്വം അതിലാണ് തെളിഞ്ഞ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതുപോലെ മറ്റൊരു ഉദാഹരണവും കൂടി പറയാം. നല്ല ഒരു തടാകത്തിൽ നാം നോക്കുകയാണെങ്കിൽ നല്ല ഇളക്കവും കലക്കവും ഇല്ലാത്ത ജലമാണെങ്കിൽ അതിൽ നമ്മുടെ ഛായ വ്യക്തമായി പ്രതിഫലിപ്പിക്കും. എന്നാൽ ഒരു കല്ല് വീണ് ആ വെള്ളം ഇളകുന്നതാണെങ്കിൽ ഛായ പ്രതിഫലിക്കുകയില്ല. പ്രതിഫലിച്ചാൽ തന്നെ അത് വ്യക്തമാവുകയില്ല. അതുപോലെ കലക്ക വെള്ളത്തിലാണെങ്കിലും നമ്മുടെ ഛായ അത് വ്യക്തമായി കാണാൻ സാധിക്കുകയില്ല. അപ്രകാരം തന്നെ മനസ്സിൽ നമ്മുടെ മനസ്സ് പരിശുദ്ധമല്ലെങ്കിൽ, ഇളക്കവും കലക്കവും ഉള്ളതാണെങ്കിൽ അതിൽ ഈശ്വരത്വം പ്രതിഫലിക്കുകയില്ല. അതിനാൽ തെളിഞ്ഞ ജലാശയം, സ്വച്ഛമായ ജലാശയം, നിശ്ചലമായ ജലാശയത്തിൽ ഛായ പതിയുന്നത് പോലെ മനസ്സ് നിശ്ചലവും ശുദ്ധവുമാണെങ്കിൽ, അതായത് ഇളക്കവും കലക്കവുമില്ലെങ്കിൽ ഈശ്വരത്വം അതിൽ പ്രതിഫലിക്കുന്നു. അതുപോലെയാണ് ചിത്തശുദ്ധിക്കായി സത്കർമ്മം ആചരിക്കാം, ചിത്തസംശുദ്ധിയില്ലേ സത്യദർശനം നാസ്തി. ഇതാണ് മഹത്തുക്കൾ പറഞ്ഞിരിക്കുന്നത്. ചിത്തസംശുദ്ധിക്കായി സത്കർമ്മം ആചരിക്കാം. നമ്മുടെ മനസ്സ്, ചിത്തം എന്നാൽ മനസ്സിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇങ്ങനെ അന്ധകരണം 4ആണ്. ഈ 4നും കൂടെ ഒരു പദം പറയും പലപ്പോഴും ചിത്തം. അത് മനസ്സിനും വിടും, ബുദ്ധിക്കും വിടും, അഹങ്കാരത്തിനും, എല്ലാത്തിനും ഈ ചിത്തം എന്ന പദം പ്രായോഗികമാണ്. അതുകൊണ്ടാണ് ചിത്തസംശുദ്ധിക്കായി. അവിടെ ഒറ്റ വാക്കിൽ പറയുമ്പോൾ മനസ്സിൻ്റെ ശുദ്ധിക്കായി അന്ധക്കരണം 4ഉം ഒരേപോലെ ശുദ്ധമാവണം. അപ്പോഴേ അതിൽ ഈശ്വരത്വം പ്രതിഫലിക്കുകയുള്ളൂ. ചിത്തസംശുദ്ധിയില്ലേൽ സത്യദർശനം നാസ്തി. ചിത്തം ശുദ്ധമല്ലെങ്കിൽ ഈശ്വരനാകുന്ന സത്യം അതിൽ പ്രതിഫലിക്കുകയില്ല. അതിനാൽ ചിത്തസംശുദ്ധിക്കായി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? മനസ്സിനെ ശുദ്ധിയാക്കാൻ വെള്ളം കുടിച്ചാൽ ശരീരത്തിൻ്റെ അവയവങ്ങളെ ആരോഗ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. വെള്ളം കൊണ്ട് കഴുകിക്കളയാൻ പറ്റുന്നതല്ല ചിത്തത്തിൻ്റെ അശുദ്ധി. ചിത്തത്തിൽ വരുന്ന അശുദ്ധികൾ എന്താണ്? ദേഷ്യം, പക, അസൂയ, പ്രതികാരം, ഇതൊക്കെയാണ് മനസ്സിലെ അശുദ്ധികൾ. ഈ അശുദ്ധികൾ നമ്മൾ നീക്കാൻ ഒരെളുപ്പ വഴി പറഞ്ഞിരിക്കുന്നു. കർമ്മണ്യേവാധികാരസ്ഥേ, ഫലേച്ഛ കൂടാതെയും കർത്തൃത്വ ബുദ്ധി കൂടാതെയും കർമ്മം ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. അങ്ങനെ ശുദ്ധമായ മനസ്സിൽ ഈശ്വരൻ എന്താണ് എന്ന് നമുക്ക് സ്വയമേവ വ്യക്തമായി കിട്ടുകയാണ് ചെയ്യുന്നത്. വേറൊരാൾ പറയുന്നത് യാഥാർത്ഥ്യമല്ല, പറയുമ്പോൾ അത് യാഥാർത്ഥ്യം അല്ലാതായിത്തീരുന്നു. ബുദ്ധി കൊണ്ടാണ് അതിനറിയേണ്ടത്. ബോധിക്കുന്നതാണ് ഈശ്വരത്വം.
അപ്പൊ എന്തുകൊണ്ടാണ് ഈശ്വരനെ അറിയാത്തത്? മനസ്സിലെ മാലിന്യങ്ങളെ കൊണ്ട്. മാലിന്യങ്ങൾ നീങ്ങി ചിത്തം സംശുദ്ധമായി കഴിയുമ്പോൾ ഈശ്വരൻ എന്താണ് എന്നും എവിടെയാണ് എന്നും എങ്ങനെയാണ് എന്നും നമുക്ക് വ്യക്തമായി സ്വയം ബോധ്യമാകും. ആ ബോധ്യമായത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുകയുമില്ല. അതുകൊണ്ട് അത് അനുഭവിച്ച് അറിയേണ്ടതാണ്. ഈശ്വരത്വം അനുഭവിച്ചറിയണം. അത് അനുഭവിച്ചറിയണമെങ്കിൽ ചിത്ത സംശുദ്ധി വേണം. ചിത്തസംശുദ്ധി വേണമെങ്കിൽ സത്കർമ്മം ചെയ്യണം. എന്താണ് സത്കർമ്മം? തനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായ കർമ്മത്തിനാണ് സത്കർമ്മം. അതിലൂടെ നമ്മൾ സത്തായിരിക്കുന്ന പരമാത്മാവിലേക്ക് നമ്മെ നയിക്കാൻ ഈ സത്കർമ്മം സഹായമാണ്. സത്തായി തീരാൻ സഹായിക്കുന്നതാണ് സത്കർമ്മം. ആ സത്കർമ്മം ആചരിക്കുമ്പോൾ അത് കർത്തൃത്വബുദ്ധിയും ഫലേച്ഛയും കൂടാതെ ചെയ്യുന്ന പ്രവൃത്തി സത്കർമ്മമാണ്. ആ സത്കർമ്മം കൊണ്ട് ചിത്തശുദ്ധി വരും. ചിത്തം ശുദ്ധമായാൽ ആ ചിത്തം കൊണ്ട് ആത്മദർശനം സുസാധ്യമാണ്. അതിനാൽ ആത്മാവിനെ അറിയുന്നത് നമ്മുടെ മനസ്സുകൊണ്ടാണ്, മറ്റൊരാളുടെ നാവുകൊണ്ട് അല്ല. അതിലേക്കുള്ള വഴി മറ്റുള്ളവർ പറഞ്ഞു തരും. അത് നമുക്ക് സാധ്യമാകാൻ എന്ത് ചെയ്യണം എന്ന കാര്യം നമുക്ക് പറഞ്ഞു തരികയും ആ പറഞ്ഞു തരുന്നതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. അതാണ് ആദ്യത്തെ പടി, ശ്രവണമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സത്ത് ആയ അതായത് സത്തുക്കളുമായ മഹത് വ്യക്തികളുമായുള്ള സംസർഗം ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിലൂടെയും അവരുടെ വാക്കിലൂടെയും നമുക്ക് പ്രകടമാകും. അങ്ങനെ പ്രകടമാകുമ്പോൾ അതിനുള്ള വഴിയാണ് അവരുടെ വാക്കിലൂടെ ഒഴുകുന്നത്. അതിനനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോൾ നമ്മളും ആ അനുഭവ തലത്തിലേക്ക് എത്തിച്ചേരും. ചിത്തസംശുദ്ധിക്കായി സത്കർമ്മമാചരിക്കാം. ചിത്തസംശുദ്ധിയില്ലേൽ സത്യദർശനം നാസ്തി. ചിത്തശുദ്ധി ഇല്ലെങ്കിൽ സത്യത്തെ ഒരിക്കലും കാണാൻ നമുക്ക് സാധിക്കുകയില്ല.